ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇന്ന് കുറച്ച് സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന കുറച്ച് സെൻറ്റൻസുകളാണ്. അതിന് മുമ്പേ ഞാനൊരു കാര്യം പറയാൻ പോവുകയാണ്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ 2 കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോസിൽ. മിനിയാന്നത്തിലാണെന്ന് തോന്നുന്നുണ്ട്. അതായത് 2 സെൻറ്റൻസ് ആണ്. പക്ഷെ അത് എന്നെ കളിയാക്കാൻ വേണ്ടി ചോദിച്ചതാണോ അതോ കാര്യമായിട്ട് ചോദിച്ചതാണോ എന്ന് അറിയില്ല. ഏതായിരുന്നാലും ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് പൂച്ചയെ കുളിപ്പിക്കാൻ കൊണ്ടുപോയി. ഇത് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാമെന്നാണ്. സംഭവം എനിക്കത് കേട്ടപ്പോൾ തമാശയാണെങ്കിലും കാര്യമാണെങ്കിലും നല്ലൊരു സെൻറ്റൻസ് ആണ്. നമ്മളെപ്പോഴും അവൻ പോയി, അവൾ പോയി, അവൾ കുളിക്കാൻ പോയി, അവൾ വന്നു, അവൾ ഭക്ഷണം കഴിച്ചു, ഇങ്ങനൊരു വ്യക്തിയെ കുറിച്ചിട്ടാണ് നമ്മളെപ്പോഴും പറയാറുണ്ട്. പൂച്ച, പട്ടി, നായ ഇതൊക്കെ നമ്മുടെ ഈ ഒരു എന്താ പറയുക ചുറ്റുപാടിലുള്ള സാധനം തന്നെയല്ല. അപ്പോൾ അവയെ കുറിച്ചിട്ട് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ് ആ ഒരു വ്യക്തി നമ്മളെ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതായിരുന്നാലും ഞാൻ ആ സെൻറ്റൻസ് ഒന്ന് എടുത്തു നോക്കിയപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ് കേട്ടോ തോന്നിയിട്ടുള്ളത്. എങ്ങനെയായാലും നല്ല 2 സെൻറ്റൻസുകളാണ് ഇന്ന് കിട്ടിയിട്ടുള്ളത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂച്ചയെ കുളിപ്പിക്കാൻ കൊണ്ടുപോയി. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നാണ്. രണ്ടാമത്തെ ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത് പൂച്ചയെ കഴുകാൻ 2200 രൂപയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 2 സെൻറ്റൻസും എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നാണ് ചോദിച്ചത്. ഏതായാലും നല്ല 2 സെൻറ്റൻസ്. അപ്പോൾ നമുക്കത് ആദ്യം ഡിസ്കസ് ചെയ്യാം കേട്ടോ. ആ സബ്സ്ക്രൈബർ ഇത് കാണുകയാണെങ്കിൽ വളരെ വളരെ താങ്ക്സ് ഉണ്ട് കേട്ടോ. ഏതായാലും ഇതുപോലെയുള്ള സെൻറ്റൻസുകളൊക്കെ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ സെൻറ്റൻസ് എങ്ങനെ പറയാമെന്ന് നോക്കാം. ഇവിടെ പൂച്ചയെ കുളിപ്പിക്കാൻ കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. അതായത് കൊണ്ടുപോയി കഴിഞ്ഞൊരു കാര്യമാണ് പറയുന്നത്. ഇവിടുത്തെ സബ്ജക്റ്റ് എന്താണ്? പൂച്ച എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെയാ പറയാ? ദ കാറ്റ് വാസ് കൊണ്ടുപോവുക, ടേക്ക് എന്നാണ്. അപ്പം അതിനെ നമ്മൾ കൊണ്ടുപോയി എന്ന് പറയുമ്പം ടേക്ക് എന്നാണ് യൂസ് ചെയ്യേണ്ടത് ഫോർ എ ബാത്ത്. ഓക്കെ, അപ്പോൾ ദ കാറ്റ് വാസ് വരുന്ന സമയത്ത് ടേക്കിൻ്റെ കൂടെ ing വേണ്ടേ എന്നുള്ളതായിരിക്കും നെക്സ്റ്റ് ഡൗട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിത് നോക്കുന്ന സമയത്ത് ഇങ്ങനെ വന്നതുകൊണ്ടാണ് ഞാനിത് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം എന്ന് കരുതിയത് കേട്ടോ. ഞാൻ കമൻറ്റിൽ റിപ്ലൈ കൊടുത്തിട്ടില്ല. കാരണം ഇത് മറ്റുള്ളവർക്കും കൂടി ഒരു ഇൻസ്പിറേഷൻ ആവുമല്ലോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോ ആയിട്ട് തന്നെ ചെയ്തത്. നല്ലൊരു 2 സെൻറ്റൻസ് ആണ്. കാരണം പൂച്ചയെ കുളിപ്പിക്കാൻ കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ ദ കാറ്റ് വാസ് ടേക്കൺ. ഇവിടെ വാസിൻ്റെ കൂടെ ടേക്കൺ എന്നാണ് യൂസ് ചെയ്തത്. ആ ടേക്കണിൻ്റെ അഡ്ജക്റ്റീവായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അതുകൊണ്ടാണ് അവിടെ ടേക്കൺ എന്ന് യൂസ് ചെയ്തിട്ടുള്ളത്. ചില സെൻറ്റൻസുകൾ നമ്മളിങ്ങനെ കാണാറുണ്ട് അല്ലേ. അപ്പോൾ ദ കാറ്റ് വാസ് ടേക്കൺ, പൂച്ചയെ കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ ടേക്കൺ എന്ന് വന്നത് എന്ന് വീണ്ടും പറയുകയാണ്. അപ്പോൾ ദ കാറ്റ് വാസ് ടേക്കൺ ഫോർ എ ബാത്ത്, കുളിക്കാൻ വേണ്ടി അല്ലെ. വേണ്ടി എന്ന് പറയുന്നത് നമ്മൾ ഫോർ എ ബാത്ത് എന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെ പറയുക? ദ കാറ്റ്, സബ്ജക്റ്റ് കാറ്റ് ആണ്. അപ്പം ദ കാറ്റ് വാസ് ടേക്കൺ ഫോർ എ ബാത്ത്. ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് പൂച്ചയെ കഴുകാൻ 2200 രൂപ ആണ് എന്നാണ്. ഇതെങ്ങനെ പറയും എന്നാണ് കേട്ടോ. തമാശയായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നല്ല സെൻറ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ പൂച്ചയെ കഴുകാൻ 2200 രൂപയാണ്. ഇത് പറയലേ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂച്ചയെ കഴുകാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂച്ചയെ കുളിപ്പിക്കാൻ എന്നും പറയാൻ പറ്റും, കഴുകാൻ എന്ന് തന്നെ എടുക്കാം. ഓക്കെ, നമ്മൾ ഫസ്റ്റിന് നമ്മുടെ റൈറ്റ് ആണ് കൊടുക്കേണ്ടത് അല്ലേ. 2200 hours ടു വാഷ്, കഴുകാൻ. ദ കാറ്റ്, പൂച്ചയെ. അപ്പോൾ പൂച്ചയെ കഴുകാൻ 2200 hours ടു വാഷ് ദ കാറ്റ്. പൂച്ചയെ കഴുകാൻ 2200 രൂപ ആണ്. ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ഇനി ഞാൻ നമ്മുടെ സെൻറ്റൻസിലേക്ക് കടക്കാം. നീ ബസ് സ്റ്റോപ്പിൽ എത്തിയില്ലേ? നമ്മുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഇറങ്ങിപ്പോയാൽ നമ്മൾ ചോദിക്കാറുണ്ട് അല്ലേ, നീ ബസ് സ്റ്റോപ്പിൽ എത്തിയില്ലേ? ഇതെങ്ങനെയാ ചോദിക്കുക? ഇവിടെ നീ എത്തിയില്ലേ എന്നപ്പം ഡിഡിൻ യു ഗെറ്റ് ടു ദ ബസ് സ്റ്റോപ്പ്. ഡിഡിൻ യു ഗെറ്റ് ടു ദ ബസ് സ്റ്റോപ്പ്. ഇനി ബസ് സ്റ്റോപ്പിൽ എത്തിയില്ലേ. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, നിനക്ക് ബസ് കിട്ടിയില്ലേ? നിനക്ക് ബസ് കിട്ടിയില്ലേ? സിമ്പിളായിട്ട് നമ്മൾ പറയുന്ന സെൻറ്റൻസ് ആണല്ലേ. നിനക്ക് ബസ് കിട്ടിയില്ലേ? ഇതെങ്ങനെ ചോദിക്കുക? ഇതും ഇല്ലേ എന്നാണ്. അവിടെയും ഡിഡിൻ യു ഗെറ്റ് ദ ബസ്. ഡിഡിൻ യു ഗെറ്റ് ദ ബസ്. നിനക്ക് ബസ് കിട്ടിയില്ലേ? ഓക്കെ, നെക്സ്റ്റ്, എനിക്ക് ബസ് കിട്ടി, ഞാൻ ഓഫീസിലെത്തി. എനിക്ക് ബസ് കിട്ടി, ഞാൻ ഓഫീസിലെത്തി. 2 സെൻറ്റൻസ് ആണ് പറയുന്നത്. എങ്ങനെയാ പറയുക? എനിക്ക് ബസ് കിട്ടി, പാസ്റ്റ് ആണല്ലോ.
ഐ ഗോട്ട് ദ ബസ്. ഐ ഗോട്ട് ദ ബസ്, എനിക്ക് ബസ് കിട്ടി. അതിനുശേഷം കൺജക്ഷൻ യൂസ് ചെയ്യണം. ആൻഡ് രണ്ടാമത്തെ സെൻറ്റൻസ് പറയുകയാണ് ഞാൻ ഓഫീസിലെത്തി എന്നാണ് പറയുന്നത്. അപ്പം ഐ ഗോട്ട് ദ ബസ് ആൻഡ് റീച്ച്ഡ് ദ ഓഫീസ്. ആൻഡ് റീച്ച്ഡ് ദ ഓഫീസ്, ഞാൻ ഓഫീസിലെത്തി. രണ്ട് സെൻറ്റൻസിനെ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൺജക്ഷൻ യൂസ് ചെയ്തു. അതിനുശേഷം റീച്ച്ഡ് ദ ഓഫീസ്, അപ്പം എനിക്ക് ബസ് കിട്ടി, ഞാൻ ഓഫീസിലെത്തി. ഐ ഗോട്ട് ദ ബസ് ആൻഡ് റീച്ച്ഡ് ദ ഓഫീസ്. ക്ലിയർ? നെക്സ്റ്റ്, നീ ഫീസ് അടച്ചോ? നീ ഫീസ് അടച്ചോ എന്നിങ്ങനെ ചോദിക്കുക. സ്കൂളിൽ, ട്യൂഷന്, അതുപോലെ പല സിറ്റുവേഷനിലും നമുക്ക് ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ടാകും അല്ലേ. അപ്പം നീ ഫീസ് അടച്ചോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഡിഡ് യു പേ ദ ഫീ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ ഫീസ് അടച്ചോ എന്നാണ് സിമ്പിളായിട്ട് നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാം അല്ലേ. ഡിഡ് യു പേ ദ ഫീ, നീ ഫീസ് അടച്ചോ. എനിക്ക് 2 മാസത്തെ ഫീസ് അടയ്ക്കാനുണ്ട്. എനിക്ക് 2 മാസത്തെ ഫീസ് അടയ്ക്കാനുണ്ട് എന്നെങ്ങനെ പറയാ? എനിക്കുണ്ട്, ഐ ഹാവ് 2 months ഫീ ടു പേ. 2 മാസത്തെ ഫീ അടയ്ക്കാനുണ്ട്. അപ്പം എനിക്ക് 2 മാസത്തെ ഫീ അടയ്ക്കാനുണ്ട് അല്ലെങ്കിൽ ഫീസ് അടയ്ക്കാനുണ്ട് എന്ന് പറയണമെങ്കിൽ 2 മാസം 3 മാസം 4 മാസം എത്ര മാസം വേണമെങ്കിലും നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പം എനിക്കുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ ഹാവ് യൂസ് ചെയ്യുന്നു. അതിനുശേഷം 2 months ഫീ, 2 മാസത്തെ ഫീ, 3 മാസം അല്ലെങ്കിൽ 3 months ഫീ എന്ന് പറയാം. ഐ ഹാവ് 2 months ഫീ ടു പേ, എനിക്ക് 2 മാസത്തെ ഫീസ് അടയ്ക്കാനുണ്ട്. അപ്പോൾ ഇന്ന് കുറച്ച് സെൻറ്റൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആ ചോദിച്ചിരിക്കുന്ന ആൾക്ക് അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏത് തരത്തിൽ ചോദിച്ചതായാലും ആ ഒരു സെൻറ്റൻസ് ഗുഡാണ്. അതുകൊണ്ട് തന്നെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോയുടെ അഭിപ്രായം നിങ്ങളും കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ശരി, താങ്ക് യു സോ മച്ച്.